ലിവർപൂൾ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അവരുടെ പുതിയ പരിശീലകൻ അർനെ സ്ലോട്ടിൻ്റെ കീഴിലെ ആദ്യത്തെ വിജയം. ജെ7 ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു ഇന്നലെ നടന്ന മത്സരത്തിലെ ലിവർപൂൾ വേഴ്സസ് റിയൽ ബെറ്റീസ് തമ്മിലുള്ള മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഗോളിന് ലിവർപൂൾ ജയിച്ചു. മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഡൊമിനിക് സ്ലോബോസ്ലൈയാണ് ഗോൾ അടിച്ചത്. നല്ലൊരു കളിയാണെന്ന് തോന്നുന്നു. ഞാൻ മൊത്തം കളിയൊന്നും കാണാൻ പറ്റില്ല, എങ്കിലും ഹൈലൈറ്റ്സും കുറച്ച് വിശദാംശങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നല്ലൊരു കളിയാണ്. പിന്നെ സ്റ്റാറ്റ്സ് ഒക്കെ പരിശോധിച്ചപ്പം നല്ലൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലിവർപൂളാണ് മേധാവിത്വം കാണിച്ചത്. അപ്പം നമ്മളിന്ന് അർനെ സ്ലോട്ടിന് ഒരു ചെറിയൊരു ആശംസ നേർന്നുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ കരിയർ നല്ല കരിയറായി മാറട്ടെ. അദ്ദേഹം വലിയൊരു സ്ഥാനമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മെർഗൻ ക്ലോപ്പിനെ പോലെ വിഖ്യാത പരിശീലകൻ്റെ സ്ഥാനമാണ് അദ്ദേഹം ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൻ്റെ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളും നല്ല പോയിൻ്റൊക്കെ നേടാൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു. എനിവേ, നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോകുന്നു. എൻട്രിക്കിൻ്റെ എൻട്രി. റയൽ മാഡ്രിഡ് അങ്ങനെ അവരുടെ ബ്രസീലിയൻ സ്ട്രൈക്കറായ എൻട്രിക്കിനെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. 16-ാം നമ്പർ ജേഴ്സിയൊക്കെ അണിയിച്ച് അവർ 40,000 കാണികളുടെ മുന്നിൽ അവരുടെ എൻട്രിക്കിനെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു സെറമണിയൊക്കെ ആയിരുന്നു. അദ്ദേഹം വലിയ വികാരാധീനനായി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സ്വപ്നമായിരുന്നു റയൽ മാഡ്രിഡിൽ ചേരുക, എവിടെ കളിക്കുക എന്നുള്ളത്. അദ്ദേഹം അത് സാധിച്ചെടുത്തു. പാൽമരാസിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്, ബ്രസീലിയൻ ക്ലബ്ബായ പാൽമരാസിൻ. നല്ലൊരു കരിയർ തന്നെ അദ്ദേഹത്തിനും നേർന്നുകൊള്ളുന്നു. പിന്നെ യൂട്യൂബിലൊരു ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഒരു ചെറിയ 2 കമൻറ്റ് കണ്ടു. അത് ഞാൻ ഇങ്ങോട്ട് വെച്ചേക്കാം. അത് എൻട്രിക്കിനെ പറ്റിയാണ്. രണ്ടുപേരും പറയുന്നതിന് എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നി. ഒരാൾ പറയുന്നു അത് അത്ര വലിയ കളിയായിട്ടൊന്നും തോന്നുന്നില്ല, മറ്റൊരാൾ പറയുന്നു സമയം കൊടുക്കുക. ശരിയാണ്, വലിയ കളിയായിട്ട് എനിക്കും വലിയതായിട്ട് തോന്നിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് സമയം കൊടുക്കണം. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒരു കളിക്കാരൻ വലിയതായിട്ട് മികച്ചു വരിക അല്ലെങ്കിൽ ഒന്ന് കയറി വരുമ്പോഴത്തേന് കൂടുതൽ പ്രഷർ ഇട്ട് കൊടുക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് അവർക്ക് വലിയൊരു പ്രഷറായി മാറത്തേ ഉള്ളൂ. അവർ കളിച്ചു വരട്ടെ. അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി ഇവരെ പോലുള്ള ഒരു ഇതിഹാസ താരങ്ങളൊക്കെ വന്ന പോലെ അവരുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കളിച്ചു വരട്ടെ. അപ്പോഴേ നമുക്കൊരു നല്ലൊരു കളിക്കാരനാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ലോകം മൊത്തവും അദ്ദേഹത്തെ നല്ലൊരു കളിക്കാരനായി അറിയത്തുള്ളൂ. ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.